ഹലോ വെൽക്കം ബാക്ക് ടു മൈ കിച്ചൺ. ഞാൻ പ്രസീത. ഇന്ന് ചെയ്യാൻ പോണ റെസിപ്പി ഒരു വെജിറ്റബിൾ ദം ബിരിയാണിയാണ്. ഇത് നമ്മൾ മൺചട്ടിയിലാണ് ദം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ടാവും. മസാല ഉണ്ടാക്കുന്നതൊക്കെ മൺചട്ടിയിലാണ്. വളരെ സിമ്പിളാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ബിരിയാണി ഉണ്ടാക്കി തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്ത് വെക്കണം. ആദ്യം തന്നെ നമുക്ക് സവോള ഒന്ന് ഫ്രൈ ആക്കി വെക്കുക. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലിലാണ് ഇതിപ്പോൾ ഫ്രൈ ആക്കുന്നത്. ഒരു മീഡിയം സവോള നീളത്തിൽ അരിഞ്ഞത് മീഡിയം തീയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്തു. ഇതൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ ഇതിൻ്റെ ഒപ്പം നമ്മൾ കാഷ്യൂനട്ടും കിസ്മിസും ഒക്കെ ഫ്രൈ ആക്കിയാൽ നല്ലതായിരിക്കും. ഞാനിപ്പോൾ അതൊന്നും എടുക്കുന്നില്ല. ഇനി ആ സെയിം ഓയിലിൽ തന്നെ പനീർ ഒന്ന് ഫ്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് അതിലേക്ക് മുളക് പൊടിയും ഉപ്പുപൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇനി തിളച്ച എണ്ണയിലോട്ട് ഇട്ട് ഒരു 1-2 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് എടുക്കുക. അല്ലെങ്കിൽ ഒത്തിരി സമയം അതിൻ്റെ അകത്ത് കിടന്നിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് കട്ടിയായിപ്പോവും. അപ്പോൾ ആ പനീറിൻ്റെ സോഫ്റ്റ്നെസ് ഒക്കെ നഷ്ടപ്പെടും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാം. അപ്പോൾ ഈ മുളക് പൊടി ഉപ്പുപൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ആ ഓയിലൊന്നായിട്ടുണ്ടാവും. അപ്പോൾ ആ ഓയിലിലോട്ട് തന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ ബ്രെഡ് പീസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ പനീറിൻ്റെ ആ മുളക് പൊടി ഉപ്പുപൊടിയൊക്കെ ഈ ബ്രെഡിലും കൂടി ആകും. പിന്നെ നന്നായിട്ട് ഫ്രൈ ആയി എടുക്കുക. അപ്പോൾ ബ്രെഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിക്കോട്ടെ. ഓയിൽ തീർന്നെങ്കിൽ രണ്ടാമത് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ബിരിയാണി മസാല ഉണ്ടാക്കാം. അപ്പോൾ ഒരു മൺചട്ടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. മൺചട്ടിയിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ഇട്ടേക്കുന്നത്. പിന്നെ ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, സവോള, കോളിഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ബീൻസും ഇട്ട് കൊടുക്കാം. ഇത് വേവ് കൂടുതൽ വേണ്ടത് കൊണ്ടാണ് ആദ്യം ചേർത്തേക്കുന്നത്. ഇനി നെയ്യിൽ ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് അടച്ചു വെച്ചേക്കണം. അപ്പോൾ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അതിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം തന്നെ ധാരാളമാണ്. ഈ വെജിറ്റബിൾസ് ഹാഫ് കുക്ക്ഡ് ആവുന്നിടം വരെ ഒന്ന് അടച്ചു വെച്ചേക്കുക. 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അടപ്പ് തുറന്നിട്ട് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കുക. ഞാൻ ബിരിയാണി മസാലയും കാശ്മീരി ചില്ലി പൗഡറും ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേറെ പൊടികളും ഒന്നും ചേർക്കുന്നില്ല. ഇത് മിക്സ് ആക്കി കഴിയുമ്പോഴത്തേക്കും ക്യാപ്സിക്കവും തക്കാളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പകുതി വേവ് മതിയല്ലോ. അതുകൊണ്ടിട്ടാണ് ഞാൻ ബാക്കിയുള്ള വെജിറ്റബിൾസ് പകുതി കുക്കാക്കിയിട്ട് ഇത് ചേർക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുക്കാക്കി എടുക്കാം. പിന്നെ ഒരു 3 മിനിറ്റിന് ശേഷം അടപ്പ് തുറന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച പനീർ ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. ഇത് നല്ല കട്ട തൈരാണ്. ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. വെജിറ്റബിൾസിൻ്റെ അറിയാൻ വേണ്ടി ഉരുളക്കിഴങ്ങിൻ്റെ പാകം നോക്കിയാൽ മതി. ഇനി ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും ചേർക്കുക. പിന്നെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവോളയുടെ കുറച്ചും ചേർത്ത് കൊടുക്കുക. ഇപ്പം മസാല റെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ആക്കുക. ഇനി ഈ മസാലയുടെ കുറച്ച് ഭാഗം നമുക്ക് മാറ്റി വെക്കാം. ദം ചെയ്യുന്ന ടൈമിൽ സെക്കൻഡ് ലെയറിൽ ഇടാൻ വേണ്ടിയിട്ടാണ്. ബാക്കി മസാല ചട്ടിയുടെ താഴെ നിരത്തുക. എന്നിട്ട് ഇനി ബസ്മതി റൈസ് ഇട്ട് കൊടുക്കുക. അപ്പം ബസ്മതി റൈസ് ഞാനിപ്പോൾ വേവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ബസ്മതി റൈസ് നന്നായിട്ട് കഴുകി അരമണിക്കൂർ കുതിർത്തിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിച്ചെടുക്കുന്ന വെള്ളത്തിൽ ഉപ്പും പട്ട, ഇല, ഗ്രാമ്പൂ അങ്ങനത്തെ മസാലകളും പുതിനയിലയും മല്ലിയിലയും പച്ചമുളകും ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അരി വേവിക്കുന്ന സമയത്ത് ഗ്രീൻ പീസും കൂടി ചേർത്തിട്ടാണ് വേവിച്ചത്. ഇത് ദം ചെയ്യുന്ന ടൈമിൽ നമ്മൾ ആദ്യം മസാല പിന്നെ റൈസ് അങ്ങനെ ഇട്ട് ഞാൻ 2 ലെയറിലാണ് ചെയ്തേക്കുന്നത്. ഏറ്റവും മുകളിലത്തെ ലെയറിൽ പിന്നെയും പുതിനയിലയും മല്ലിയിലയും ഒക്കെ ചേർക്കുക. ഫ്രൈ ചെയ്ത് വെച്ച് സവോള ചേർക്കുക. പിന്നെ നെയ്യ് ചേർത്ത് കൊടുക്കണം. അത് മറക്കരുത്. ഏറ്റവും മുകളിൽ നെയ്യ് ഇടുമ്പോഴത്തേക്കും നല്ല സൂപ്പർ ടേസ്റ്റാണ്. എന്നിട്ട് അവസാനമായിട്ട് നമ്മൾ ബ്രെഡും കൂടി ഫ്രൈ ചെയ്തത് ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചേക്കുക. ഇതിൻ്റെ മുകളിൽ കനമുള്ള എന്തെങ്കിലും കൂടി എടുത്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമ്മൾ ഗ്യാസ് അടുപ്പിൽ വെക്കുക. 10 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് അടപ്പ് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ദമ്മായിട്ടുണ്ടാവും. ബാക്കി എല്ലാം വെജിറ്റബിൾസും ആ അരിയും എല്ലാം കൂടി മിക്സായി നല്ല സൂപ്പർ മണം വരുന്നുണ്ട്. അപ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മൺചട്ടി ആയതുകൊണ്ട് തീ ഓഫാക്കിയാൽ ഇതിൽ നല്ല ചൂടുണ്ടാവും. അപ്പോൾ അടിക്ക് പിടിക്കാതെ നോക്കണം. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ വെക്കാൻ പറഞ്ഞത്. ഇത് ചട്ടി അടുപ്പത്തുനിന്ന് അപ്പം തന്നെ മാറ്റുകയും വേണം. അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ഇനി ഒരു നോക്കാം.
ഈ വെജിറ്റബിൾ ദം ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മൺചട്ടി വെച്ചതിൻ്റെ ടേസ്റ്റും വെജിറ്റബിളിൻ്റെ എല്ലാം കൂടി അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്